ഈ സമയത്താണ് പോകേണ്ട ആവശ്യം, ഷോ ഓഫിന് വേണ്ടിയിട്ടാണ് പോകണമെന്ന്. അതൊക്കെ ആളുടെ ഇഷ്ടമല്ലേ, നമ്മളല്ലേ. മോഹൻലാല് മറ്റേ പട്ടാളത്തിന്റെ ലെഫ്റ്റനന്റ് യൂണിഫോം ഇട്ടിട്ട് വയനാട്ടിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അതിലെ കുറെ ആൾക്കാർ വിമർശിച്ചിട്ടുണ്ട്, അയാളെന്തിനാ അവിടേക്ക് പോകേണ്ട ആവശ്യം നന്നിട്ടെന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ വിമർശിച്ചിട്ടുണ്ട്. അതിനോട് പോക്ക് എന്താ പറയാനുള്ളത്? അപ്പൊ ആ വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നല്ലേ, മറ്റേ സ്യൂട്ട് എന്തൊക്കെ ഇട്ട് ധരിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു മോഹൻലാല്. അതിനിപ്പോ ആള് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആള് ചെയ്ത എന്തിനും ചെയ്യായിരിക്കും നല്ല കാര്യങ്ങള്. അല്ല അങ്ങനൊക്കെ പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞു. ആളെന്തിനാ അങ്ങനെ ഈ സമയത്താണ് പോകേണ്ട ആവശ്യം, ഷോ ഓഫിന് വേണ്ടിയിട്ടാണ് പോകണമെന്ന്. അതൊക്കെ ആളുടെ ഇഷ്ടമല്ലേ, നമ്മളല്ലേ. അങ്ങനെയാണ് പറയുന്നത്. അതിനോട് അങ്ങനെ തോന്നുന്നുണ്ടോ? തോന്നില്ല. ഷോ ഓഫ് അല്ല. ബ്രോക്ക് എന്താ പറയാ, കണ്ണടക്കല്ലേ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അല്ല, മോഹൻലാല് അവിടെ യൂണിഫോം ലെഫ്റ്റനന്റ് യൂണിഫോം ഇട്ടിട്ട് വയനാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല? ഞാൻ കണ്ടിട്ടില്ല. നല്ല കാര്യം. യൂണിഫോം ഇട്ട് പോയത് നല്ല കാര്യം. അങ്ങനെ ആ സമയത്ത് പോകണ്ടായിരുന്നു, പോകണമായിരുന്നു എന്നാണ് പറഞ്ഞത്. അല്ല, ആള് പൊക്കോട്ടെ, കുഴപ്പമില്ല. ആള് പൊക്കട്ടെ, കുഴപ്പമില്ല. അമ്മമാര് കുറെ ആൾക്കാർ ക്യാഷ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. 20 ലക്ഷങ്ങളായാലും 25 ലക്ഷമായാലും മമ്മൂട്ടി മോഹൻലാലൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ ഇതിന് വിമർശനങ്ങൾ കുറെ വന്നിട്ടുണ്ട്. ഇത് അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് എത്തുന്നുണ്ടോ, അല്ലെങ്കിൽ എത്താൻ സാധ്യതയുണ്ടോ, ഇനി അത് എത്തിയാൽ നമ്മൾ എങ്ങനെ അറിയാനാണെന്നിട്ട് കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിനോട് ബ്രോക്ക് എന്താ പറയുക? പേഴ്സണലി വിശ്വാസം ഉണ്ട്? പേഴ്സണലി വിശ്വാസം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഏതിപ്പോതായാലും ഇതില് കുറെ പൊളിറ്റിക്കലി കുറെ വിമർശനങ്ങളും വരുന്നുണ്ട്. അതായത് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ കളിയാക്കണവരും ഉണ്ട്. അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള അറ്റാക്കിങ് മാത്രമാണത്. അല്ലാതെ ഇപ്പൊ ഏത് മുഖ്യമന്ത്രി ആയാലും, ഇപ്പൊ ഉത്തർപ്രദേശിലായാലും കേരളത്തിലായാലും എവിടെയായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പറഞ്ഞാൽ അത് ഒഫീഷ്യലി ഉള്ളൊരു സംഭവമാണ്. അതിലിപ്പോ സംഭാവന ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ കഴിയണതും ഒരു രാഷ്ട്രീയക്കാരെയും വിശ്വസിക്കാതിരിക്കുക നല്ലതാണ്. അതിൽ സംഭാവന ചെയ്യണമെന്ന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത്തരത്തിലും നേതാക്കന്മാരുടെ ഇടയിൽ ആ പൈസ കടന്ന് കളിക്കുന്നല്ലാതെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ ഒന്നും എത്താൻ പോകുന്നില്ല. ബ്രോക്ക് വിശ്വാസമല്ല, വിശ്വാസമില്ല. ഇതില് നേരിട്ട് കൊണ്ട് കൊടുക്കുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം എന്നാണ് ആലോചിക്കുന്നത്. ഒരു പാവപ്പെട്ടവൻ അവിടെ കരഞ്ഞോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കുറെ മാധ്യമങ്ങളും എല്ലാ ആളുകളും ചെന്നിട്ട് അവരുടെ മുമ്പിൽ ഒരു കുട്ടി അച്ഛനെ നഷ്ടപ്പെട്ടിട്ട് കരഞ്ഞോണ്ടിരിക്കുമ്പോ അവിടെ പോയിട്ട് മാധ്യമങ്ങൾ ചെന്നിട്ട് ഇങ്ങനെ എന്താണ് പറയാ, എന്താണ് ഇങ്ങനെ കരയണത്, അച്ഛൻ ഒഴുകി പോയില്ല, ഒരു വീഡിയോ വൈറലായിരുന്നു, കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള പരിപാടികൾ തോന്നിയ മാസം തന്തയില്ലാത്തരം തന്നെ അത് പറയാനുള്ളൂ. അപ്പോ അത്തരത്തിലുള്ള പരിപാടികളൊന്നും ചെയ്യാതെ എന്തെങ്കിലും പൈസ ആണെങ്കിൽ പൈസ പാവപ്പെട്ടവൻ, വീട് നഷ്ടപ്പെട്ടവന്റെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിച്ചാൽ ചെയ്തു കൊടുക്കുക. അതിങ്ങനെ പറഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമ്മളൊരാൾക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കണമെങ്കിൽ അത് ഇപ്പൊ ഇതേപോലെ നിങ്ങളെ മാത്രം പറയില്ല, യൂട്യൂബിൽ നിന്ന് മാത്രം പറയില്ല, ഏതായാലും അതിപ്പോ നമ്മളിങ്ങനെ പൊട്ടി ഒഴിച്ചു നടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സൈലന്റ് ആയിട്ട് പോവാൻ സഹായിക്കുക. നമ്മള് ആരും അറിയാതെ, ഒരാൾക്കും ജനങ്ങൾ ആരും അറിയണ്ട, നമ്മള് സഹായം പറഞ്ഞാൽ നമ്മള് കാണുക. പിന്നെ മുകളിലിരിക്കണ ആരെങ്കിലും. അപ്പൊ ബ്രോക്ക് പേഴ്സണലി വിശ്വാസമല്ലേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ? മുഖ്യമന്ത്രി എന്നല്ല, ഒരാളിലും ഒരു പാർട്ടിക്കും വിശ്വാസമല്ല. പാർട്ടി വേറെ, പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ചില വ്യക്തികളെ വിശ്വാസമല്ല, പാർട്ടിയിലെ പൂർണ്ണ വ്യക്തികളെ വിശ്വാസമല്ല എന്നാ പറയാനുള്ളത്. പൂർണ്ണമായിട്ടുള്ള വ്യക്തികൾ ഇത്തരം കാര്യങ്ങളിൽ, അതായത് സാധാരണക്കാരനെ സഹായിക്കണ കാര്യത്തില് സാധാരണക്കാരൻ കഷ്ടപ്പെട്ടോ അവനുണ്ട്, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവാൻ പോകില്ല. അത്രേ ഉള്ളൂ. അല്ലാതെ പാർട്ടിക്കാരെ മാത്രം അറ്റാക്ക് ചെയ്ത് പറയേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ ബ്രോക്ക് എന്താണ് ഈ വയനാട്ടിലേക്ക് ഈ ക്യാഷ് എത്തുന്നു ഉറപ്പില്ല? ക്യാഷ് എത്തുന്ന ഉറപ്പില്ല എന്നല്ല, ചെയ്യണവരുണ്ട്. ഇപ്പൊ കുറച്ചൊക്കെ മുഖ്യം ചെയ്യണവരുണ്ട്, കുറച്ചൊക്കെ. അപ്പൊ അപ്പോഴും പൂർണ്ണമായിട്ട് എത്തൂലല്ലോ? പൂർണ്ണമായിട്ട് എത്തൂല. ഇപ്പൊ ഈ മുകേഷ് അംബാനി 5000 കോടി ഉറുപ്പിക ചെലവാക്കിയിട്ടാണ് മോളെ കെട്ടിച്ചു കൊടുത്തത്. അത് അദ്ദേഹത്തിന്റെ ആസ്തിയുടെ 0.5% പോലും ഇല്ല എന്നാണ് പറയുന്നത്. അല്ലേ? തീർച്ചയല്ലേ? അപ്പൊ ഈ 0.5% പോലും ഇല്ലെങ്കിൽ പോലും ഈ 5000 കോടി എന്ന് പറയുന്നത് ഈ വയനാട്ടില് സംഭാവന ചെയ്തിരുന്നെങ്കിൽ അയാൾക്ക് ആസ്തിക്ക് ഒരു കഷ്ടവും വരാൻ പോണില്ല. സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേരെ കയ്യിൽ പിടിച്ച് ഉയർത്താൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാശ് ഇങ്ങനെ പല്ലിന്റെ ഇട കുടുങ്ങി കിടക്കണമാര് ചെയ്യണമെന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഉപകാരമാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാം. അത്ര തന്നെ പറയാനുള്ളൂ ഇതില്.